ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാനും ദൈവവചനം ധ്യാനിക്കുവാനും തക്കവണ്ണം ദൈവം നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. നമ്മിപ്പോൾ ചിന്തിച്ചു പോരുന്നത് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായമാണ്. ഈ 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് 5 അനുഭവങ്ങളുടെ നടുവിൽ കാണുന്ന 4 ജീവികളുടെ സാദൃശ്യം. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത യെഹെസ്കേലിന് ഉണ്ടായത് ഇങ്ങനെയാകുന്നു എന്നാണ് നാം വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വായിക്കുകയും ചിന്തിച്ചു പോരുകയും ചെയ്യുന്നതായ കാര്യമാണ്. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. 5 അനുഭവങ്ങളുടെ നടുവിൽ കാണുന്ന 4 ജീവികളുടെ സാദൃശ്യം. നാം ചിന്തിച്ചു വരുമ്പോൾ, ദൈവവചനം പഠിച്ചു വരുമ്പോൾ, പഴയ നിയമത്തിൽ ഇവിടെ നാം കാണുന്നത് പുതിയ നിയമസഭയുടെ ഒരു വെളിപ്പാടാണ്. പുതിയ നിയമസഭയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് പ്രവാചകന് ലഭിക്കുകയാണ്. പുതിയ നിയമസഭ, ദൈവസഭ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ എടുക്കപ്പെടുന്നതായ മണവാട്ടി സഭയുടെ ഒരു ദർശനമാണ്. നാം ഈ തിരുവചന ഭാഗം പഠിക്കുമ്പോൾ, ഈ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുവാനും കർത്താവ് മടങ്ങി വരുമ്പോൾ എടുക്കപ്പെടുന്ന മണവാട്ടി സഭയുടെ അംഗമാണോ ഞാനെന്ന് പരിശോധിക്കുവാനും, ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടുമോ എന്ന് ജീവിതത്തിലേക്ക് നോക്കി വിലയിരുത്തുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ലഭിക്കുന്നതായ അവസരമായി നാം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകണം. 5 അനുഭവങ്ങളുടെ നടുവിൽ കാണുന്ന 4 ജീവികളുടെ സാദൃശ്യം. ദൈവസഭ, പുതിയ നിയമസഭ, മണവാട്ടി സഭ 5 അനുഭവങ്ങളുടെ നടുവിലാണുള്ളത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഈ അനുഭവങ്ങളുടെ നടുവിലല്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടുകയില്ല. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു നാമധേയ സഭയുടെ അംഗമായി എന്നുള്ളത് കൊണ്ട് മണവാട്ടി സഭയുടെ അംഗമായിക്കൊള്ളണമെന്നില്ല. കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത്. അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ തിരുവചനം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഞാൻ ആ സഭയിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടോ? മണവാട്ടി സഭയിൽ നാം ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെല്ലാമാണ് ഈ 5 അനുഭവങ്ങൾ? 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. 1, ഒരു കൊടുങ്കാറ്റ്. പുതിയ നിയമസഭയുടെ ആരംഭം ഒരു കൊടുങ്കാറ്റോടെയാണ്. പെന്തക്കോസ്ത് നാളിൽ
സെഹിയോൻ മാളികമുറിയിൽ വീശിയടിച്ചതായ കൊടുങ്കാറ്റാണ് സഭയെ രൂപപ്പെടുത്തുന്നത്. മണവാട്ടി സഭയെ രൂപപ്പെടുത്തുന്ന ഈ കൊടുങ്കാറ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന കൊടുങ്കാറ്റാണ്. വടക്ക് നിന്ന് വീശുന്ന ഒരു കാറ്റ് എന്നാണ് നാം വായിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ്. വടക്ക് എന്നുള്ളത് ഉത്തരഗിരി സിയോനെയാണ് കാണിക്കുന്നത്. ഇത് സ്വർഗത്തിൽ നിന്ന് വീശുന്നതായ കൊടുങ്കാറ്റാണ്, സിയോനിൽ നിന്ന് ഊതുന്ന കാറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് സഭ രൂപപ്പെടുന്നത്. നാം ഒരു ദൈവവേദലായി മാറുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. അതാണ് കർത്താവ് നിക്കോദിമോസോട് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം. വെള്ളം ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. ആകയാൽ ഇന്ന് ഈ സന്ധിയിൽ നാം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, നിന്റെ വചനത്തിലൂടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വ്യാപരിച്ച് എന്നിൽ വരേണ്ടതായി രൂപാന്തരം വരുത്തണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സിയോനിൽ നിന്ന് ഊതുന്നതായ കാറ്റിൻ്റെ സിയോന്റെ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചതുപോലെ ആ ഗുണങ്ങളെല്ലാം എൻ്റെ സ്വഭാവത്തിൽ രൂപപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണം. വടക്ക് നിന്ന് വീശുന്നതായ ഒരു കാറ്റ്. രണ്ടാമത്തെ കാര്യം, ഒരു വലിയ ഒരു മേഘമെന്നാണ്. അത് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ കാര്യമാണ്. വലിയ ഒരു മേഘം. മേഘം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിനെയാണ് കാണിക്കുന്നത്. ഇസ്രായേൽ ജനം ആ നിഴലിൻ്റെ കീഴിലാണ് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന് നാം 91 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ, സ്വർഗത്തിൻ്റെ തണലിൻ്റെ കീഴിൽ ഒരു ദൈവത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നവനാണ്. ദൈവത്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവവേദൽ, അവൻ്റെ നിഴലിൻ്റെ കീഴിൽ നാം ആകുന്നതായ ഒരു അനുഭവം. സമാഗമന കൂടാരമെന്ന് ദൈവാലയത്തിൽ മേഘം വന്ന് മൂടിയതുപോലെ, ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് ആലയം നിറഞ്ഞതുപോലെ ഞാനും നിങ്ങളും മേഘത്തിൻ്റെ കീഴിലാവുകയും മുഴുവനും സ്വർഗത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാവുകയും നമ്മുടെ അകം ദൈവ തേജസ് കൊണ്ട് നിറയുകയും ചെയ്യുന്ന ഒരാത്മീക ആത്മാവിൻ്റെ അനുഭവത്തിൽ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. വീണ്ടും മൂന്നാമത്തെ കാര്യം, പാളിക്കത്തുന്ന തീയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. യെഹെസ്കേൽ 1-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. തീയുടെ നടുവിൽ ഒരു കാഴ്ച. വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയ ഒരു മേഘവും
പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. പാളിക്കത്തുന്ന തീയ്, പാളിക്കത്തുന്നതായ തീയ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ പാളിക്കത്തുന്നതായ തീജ്വാലകൾ നമുക്ക് കാണുവാൻ സാധിക്കും. തീ പറക്കുകയാണ്, പാളിക്കത്തുന്നതായ തീയ്. നമുക്ക് വായിക്കാം പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോടെ മേൽ പകരുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. സെഹിയോൻ മാളിക മുറിയിൽ ആദിമസഭയുടെ ഒരു കൂട്ടം കൂടിയിരിക്കുകയാണ്. കർത്താവ് താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതായ സമയത്ത് ഏറ്റവും ഒടുവിലായി ആ ഒലിവുമലയുടെ ചെരുവിൽ വെച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ട് ആ വാക്കുകളിൻ പ്രകാരം, വചനപ്രകാരം അവര് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരിക്കുകയാണ്. സെഹിയോൻ മാളിക മുറിയിൽ കൂടിയിരിക്കുകയാണ്. സ്വർഗ്ഗാരോഹണത്തിന്റെ അന്ന് മുതൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, യഹൂദൻ ഇസ്രായേൽ ജനം പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുന്നതായ ദിവസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നതായ സമയമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന ആ സംഭവത്തിൻ്റെ ഓർമ്മയായി അവർ പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന സമയമാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസമാണ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്. പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. പെന്തക്കോസ്ത് 50-ാം ദിവസം. പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 50-ാമത്തെ ദിവസമാണ് സീനായി മലയിൽ ദൈവപ്രത്യക്ഷത ഉണ്ടാകുന്നതും ന്യായപ്രമാണം അവർക്ക് ലഭിക്കുന്നതും. അപ്പോൾ ആ അനുസ്മരണത്തിനായി 50-ാം ദിവസം, പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിൻ്റെ 50-ാം ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുന്നതായ സമയം എന്ന് പറഞ്ഞാൽ, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത അന്നു മുതൽ അവരിങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 10-ാമത്തെ ദിവസമാണ് എത്തി നിൽക്കുന്നത്. ഏതാണ്ട് 120 പേരുള്ള ഒരു കൂട്ടമാണ് അവിടെ കൂടിയിരിക്കുന്നത്. അവർ എല്ലാവരും ദൈവസന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു ഉണ്ടാകുന്നു. ആ മുഴക്കം അവരെ കൂടിയിരുന്നതായ വീട് മുഴുവനും നിറയ്ക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നോ ഒന്നുമറിയില്ല. ഞാൻ ചിന്തിക്കുന്നു, അവരിങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. പരിസരം മറന്നവരിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും ആ വലിയ ശബ്ദം കൊണ്ട് മുഴങ്ങി. വായിക്കുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പിളർന്നിരിക്കുന്ന നാവുകൾ, അഗ്നിജ്വാല പോലെ തീനാളങ്ങൾ അവരിൽ ഓരോരുത്തരുടെ മേൽ പതിക്കുകയാണ്. എല്ലാവരുടെ മേലും പതിച്ചു. അപ്പോൾ ആ മാളിക മുറിയിൽ 120 പേർ കൂടിയിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ തലമേലും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. തീനാളങ്ങൾ, ആ മുറി മുഴുവൻ ഈ തീനാളങ്ങൾ അങ്ങ് പറന്നു. ആരെങ്കിലും ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ എന്തായിരിക്കും കാണുന്നത്? പാളിക്കത്തുന്ന തീനാളങ്ങൾ, പിളർന്നിരിക്കുന്ന നാവുകൾ പോലെ. ഓരോരുത്തരുടെ നിലയിലും 2 നാളങ്ങൾ വീതം തീനാളങ്ങൾ, പിളർന്നിരിക്കുന്ന നാവ് പോലെ. ആ മുറി മുഴുവനും പാളിക്കത്തുന്ന പാളിക്കത്തുന്ന തീയ്. ഈ തീയുടെ അനുഭവമാണ് മൂന്നാമത്തതായ കാര്യം. പാളിക്കത്തുന്ന തീയ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓർക്കണം, ആദിമ സഭയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീനാളങ്ങളായിട്ടാണ്, കത്തിക്കാളുന്ന തീയായിട്ടാണ് ഇറങ്ങിയത്. കത്തിജ്വലിക്കുന്ന തീനാളങ്ങളായി, കത്തുന്ന തീനാളങ്ങളായിട്ട് ഇറങ്ങി. എന്നെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് പ്രാവിൻ്റെ രൂപത്തിലാണ്. യോർദാൻ നദിയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പൊങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ അവൻ്റെ തലമേലിറങ്ങി എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് പ്രാവ് രൂപത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും വ്യത്യാസം? കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ ഇറങ്ങി. എന്നാൽ ഈ ആദിമ സഭയുടെ മേൽ, ഈ 120 പേരുടെ മേലും പ്രാവല്ല പറന്നിറങ്ങിയത്. പ്രാവ് രൂപത്തിലല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. എന്തായിരിക്കും അതിന് കാരണം? നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ കരിച്ചു കളയാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണ പരിശുദ്ധിയോടുകൂടെ, പ്രാവ് പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെയും കളങ്കമില്ലായ്മയുടെയും എല്ലാം പ്രതീകമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണ പരിശുദ്ധിയോടെ ഇറങ്ങുവാൻ തക്കവണ്ണം പരിശുദ്ധമായ ജീവിതമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ജീവിതം. ജഡത്തിൽ അവൻ വെളിപ്പെട്ടവനാണ്. എന്നാൽ ജഡസംബന്ധമായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതായി ഒന്നും അവനിൽ, യേശുവിലില്ലായിരുന്നു. അവനിൽ പാപമില്ല. അവൻ പാപം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. യേശുവിന് നമ്മെപ്പോലെ തന്നെയുള്ള ശരീരമുണ്ടായിരുന്നു. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് ക്രിസ്തു. നമ്മെപ്പോലെ തന്നെയുള്ള ശരീരം യേശുവിനുണ്ടായിരുന്നു. ത്വക്കിനാൽ ആവരണം ചെയ്യപ്പെട്ടതായ ഒരു ശരീരം യേശുവിനുണ്ടായിരുന്നു. നമ്മെപ്പോലെ, നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതുപോലെ തന്നെ കൃത്യം അസ്ഥികളെല്ലാം ഉള്ളതായ ഒരു ശരീരം യേശുവിനുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ സകല അവയവങ്ങളോടും കൂടിയ ഒരു ശരീരം യേശുവിലുണ്ടായിരുന്നു. എങ്കിലും ആ ശരീരത്തിൽ ജഡത്തിൻ്റെതായ ഒന്നും ഉണ്ടായിരുന്നില്ല. ജഡത്തിൻ്റെ വികാരമോ മാലിന്യമോ ഒന്നും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് മാളികമുറിയിൽ കാത്തിരുന്നതായ 120 പേരുടെ ചരിത്രം നാം നോക്കിയാൽ അവരിൽ കത്തിച്ച് ചാരമാക്കി മാറ്റുവാനുള്ള പലതും
ഭസ്മമാക്കാനുള്ള കാര്യങ്ങൾ വേണ്ടുവോളം അവരിൽ ഓരോരുത്തരുടെയും മേലുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നതായൊരു വ്യക്തി പത്രോസാണ്. പത്രോസിൻ്റെ ചരിത്രം നാം പഠിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് പത്രോസ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഏതെല്ലാം കാര്യങ്ങളിലാണ് പത്രോസ് വീഴ്ചകൾ പറ്റിയത് നമുക്കറിയാം. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് പത്രോസ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം വെളിവുകേടുകളാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത്. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് പത്രോസ് പ്രവർത്തിച്ചത്. വെളിപ്പാടുണ്ടായിരുന്നു, എന്നാൽ പത്രോസിന് വെളിപ്പാടുണ്ടായിരുന്നുവെങ്കിലും അതുപോലെ തന്നെ വെളിവുകേട് അവൻ്റെ ജഡത്തിലുണ്ടായിരുന്നു. അവനിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, കത്തിച്ചാമ്പലാകുവാൻ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. യാക്കോബിനെ കുറിച്ച് നോക്കിയാലും യോഹന്നാനെ കുറിച്ച് നോക്കിയാലും അവരുടെ ജീവിതത്തിലും ഒട്ടും കുറവല്ല. കാത്തിരുന്ന എല്ലാവരും അല്പം വിശുദ്ധീകരിക്കപ്പെടുവാൻ പലതും ജീവിതത്തിലും സ്വഭാവത്തിലുമുള്ളവരാണ്. അതുകൊണ്ടാണ് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിറയണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണശക്തിയോടെ അവരുടെ മേൽ ഇറങ്ങണമെങ്കിൽ പലതും കത്തിപ്പോകേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞ് അവരെ തീയാൽ ശുദ്ധീകരിച്ച് അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ടതിന് തീയായി, പാലിക്കത്തുന്ന തീയായ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ഞാനും നിങ്ങളും ക്രിസ്തുവിന് മടങ്ങി വരവിൽ ഇറക്കപ്പെടണമെങ്കിൽ നമ്മുടെ ആളത്വത്തിലും സ്വയത്തിലും പലതും കത്തിച്ചാരമാകേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതങ്ങൾ പലതും കത്തിച്ചാരമാകേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജ്വലിക്കുന്ന തീ എന്ന് പറയുമ്പോൾ, പാളിക്കത്തുന്ന തീ എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നത് ഒന്നാമതായി ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം. നമ്മുടെ ഈ ശരീരം, ജഡം എന്ന് പറഞ്ഞാൽ ഫ്ലഷ്, ഇതിനെല്ലാം കത്തിച്ച് ചാമ്പലാക്കണം. ഏലിയ പ്രവാചകൻ കർമ്മേലിൽ യാഗം കഴിക്കുന്ന ആ കർമ്മേലിലെ യാഗവുമായി നാം ഇതിനെ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ അവിടെ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദഹിച്ച് ചാരമായി തീരുന്ന ഒരു നല്ല പാഠം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചത് അന്യഭാഷ പറഞ്ഞ് തുള്ളിച്ചാടി സന്തോഷിക്കുവാൻ മാത്രമല്ല, ശുദ്ധീകരണത്തിനും കൂടെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിനും കൂടെ. ഈ തീയ നമ്മിൽ നിന്ന് പലതും, ജഡത്തിൻ്റെ പല സ്വഭാവങ്ങളും കത്തിച്ച് കളയും. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിട്ടും മദ്യപാനം മാറാത്തതായൊരു വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ കടന്നു വന്ന് ദൈവോധനത്തിലുള്ള പരിശുദ്ധാത്മാവ് ഇടപെട്ട് സമർപ്പണമെടുത്ത് എഴുന്നേൽക്കുമ്പോൾ പിന്നെ ആ ഒരു ചിന്ത പോലും വരാത്ത അനുഭവം കിട്ടുന്നത്? ജഡത്തിൻ്റെ ആസക്തികളെ കരിച്ചു കളയുന്ന തീയാണ് ഈ പാളിക്കത്തുന്ന തീയ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 39 വരെയുള്ളതായ വാക്യങ്ങളിലാണ് ഏലിയാവ് യാഗമർപ്പിക്കുന്നത് നാം കാണുന്നത്. ഞാൻ ആ വാക്യങ്ങൾ വായിച്ച് വിശുദ്ധീകരണത്തിലേക്ക് പോകുവാൻ ഇപ്പോൾ സമയമെടുക്കുന്നില്ല. ഏലിയാവ് കർമ്മേലി യാഗം കഴിക്കുമ്പോൾ ആ യാഗവസ്തുവിന് മേൽ തീ ഇറങ്ങേണ്ടതിന് വേണ്ടി 5 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചില ക്രമീകരണങ്ങൾ വരുത്താതെ ഈ തീ ഇറങ്ങുകയില്ല. 1, തകർന്നു കിടന്ന യാഗപീഠം നന്നാക്കി. യാഗപീഠത്തിൻ്റെ കല്ലുകളെല്ലാം തമ്മിൽ അകന്നു കിടക്കുകയാണ്. തമ്മിൽ അകന്നു കിടക്കുന്ന കല്ലുകൾ ഓരോന്നും പെറുക്കി ചേർത്ത് വെച്ച് ഇസ്രായേലിലെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം ഓരോ കല്ലുകളും ചേർത്ത് വെച്ച് യാഗപീഠം നന്നാക്കി. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങണമെങ്കിൽ, ആരോടെങ്കിലും അകൽച്ചയുണ്ടോ,
ആരോടെങ്കിലും ഭിന്നതയുണ്ടോ? ആരോടെങ്കിലും വഴക്കടിച്ചാണോ കഴിയുന്നത്? തമ്മിൽ തമ്മിൽ നിരക്കണം. പാടും, തമ്മിൽ നിരക്കും സമയമിത്, അന്യോന്യം സ്ലോമോ നൽകിൻ. തമ്മിൽ നിരക്കുന്നവനനുഭവം യാഗത്തിൽ, ബലിയിൽ, ആരാധനയിൽ തീയിറങ്ങുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആരാധനയിൽ ആരാധിക്കുന്ന വിശ്വാസികൾ ആത്മാവിൽ നിറവുള്ളവരായി മാറേണ്ടതിന് തമ്മിൽ തമ്മിൽ സ്ലോമോ കൊടുക്കണം. തമ്മിൽ നിരക്കുന്ന ഒരനുഭവം ഉണ്ടാകണം. ഇസ്രായേലിൻ്റെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം കല്ലുകളെ പറക്കി വെച്ച് യാഗപീഠം നന്നാക്കി, വിറക് അടുക്കി, കാളയെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി വിറകിൻ്റെ മേൽ വെച്ചു, തൊട്ടിയിൽ വെള്ളം നിറച്ച് കോരി ഒഴിച്ചു, ചുറ്റും തോടുണ്ടാക്കി. ഓരോന്നും വിശദീകരിക്കാൻ പോയാൽ ചില ക്ലാസ്സുകൾ തന്നെ എടുക്കണം. ഞാനതിലേക്ക് പോകുന്നില്ല, ഒറ്റക്കാര്യം മാത്രം പറയാൻ. ഇതെല്ലാം ചെയ്തു. യാഗപീഠം നന്നാക്കി, വിറകടക്കി, കാളയെ കണ്ണം കണ്ണമാക്കി വിറകിൻ്റെ മീതെ വെച്ചു, വെള്ളം കോരി ഒഴിച്ചു, ചുറ്റും തോടുമുണ്ടാക്കി. ഇതെല്ലാം ചെയ്തിട്ടും തീ ഇറങ്ങാതിരുന്നാലോ? ഈ യാഗവസ്തുവിന് മേൽ തീ ഇറങ്ങാതിരുന്നാൽ സംഭവിക്കും. ആ യാഗക്കാള, യാഗപീഠത്തിന് മേലായിരിക്കുന്ന യാഗക്കാള, അർത്ഥാൽ ബൈബിൾ ക്ലാസ്സിൽ വന്നിരിക്കുന്ന നാം ഓരോരുത്തരും, ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നതായ നിസ്സാരനായ അടിയനും, കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവമക്കൾ, ദൈവവേല ചെയ്യുന്നതായ ദൈവവേലക്കാർ എല്ലാവരും ഈ യാഗപീഠത്തിൽ വന്നിരിക്കുകയാണ്, ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുകയാണ്. ആത്മീയ രംഗത്ത് കടന്നു വന്നിരിക്കുന്ന ഒരു വിശ്വാസി യാഗപീഠത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നതായ യാഗക്കാള എന്ന് പറയുന്നത് ആത്മീയ രംഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രതീകമാണ്. ഈ യാഗക്കാളയുടെ മേൽ തീ ഇറങ്ങിയില്ലെങ്കിലോ കാളയുടെ തല അത് തലയായിട്ട് തന്നെ ഇരിക്കും, കാളയുടെ കാല് തന്നെയായിട്ടിരിക്കും, അതിൻ്റെ ഓരോന്നും അത് അങ്ങനെ തന്നെയായിട്ടിരിക്കും, കണ്ണായിട്ട് തന്നെ ഇരിക്കും, ചെവിയായിട്ട് തന്നെ ഇരിക്കും, കൈയായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ അവയവങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസം വരികയില്ല. ഓർക്കണം, കൂട്ടായ്മ വന്നു എന്നുള്ളതുകൊണ്ടോ ദൈവവേല ചെയ്തുകൊണ്ടൊന്നും ആയില്ല. തീ ഇറങ്ങിയില്ല എങ്കിൽ തലയായിട്ടിരിക്കും, കണ്ണായിട്ടിരിക്കും, കാലായിട്ടിരിക്കും. കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നാലോ, രൂപാന്തരപ്പെടാതെ കുറച്ച് കാലങ്ങൾ ഇരുന്നാലോ, ഈ തീ ഇറങ്ങാതെ കുറച്ച് ദിവസം ഇരുന്നാലോ, ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും നാറാൻ തുടങ്ങും, ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. കൂട്ടായ്മയിൽ വരികയും ദൈവവേല ചെയ്യുകയും ചെയ്യുന്നവരായ നമ്മിൽ ഈ തീ കത്താതിരുന്നാൽ, നമ്മുടെ സ്വഭാവത്തിലും പ്രകടനത്തിലും ജീവിതത്തിലും മാറ്റം വരേണ്ടതായ കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? നാം ചീഞ്ഞു നാറും, നമ്മുടെ കൂട്ടായ്മ ചീഞ്ഞു നാറാൻ തുടങ്ങും, ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ വരുന്നവരായി നമ്മിൽ തീ ഇറങ്ങി കത്തേണ്ടത് കത്തിച്ചാരമാകുന്നില്ല എങ്കിൽ പച്ചമാംസം നാറും, ചീഞ്ഞു നാറും. ജഡം ചാരമായിത്തീരാത്ത വിശ്വാസി കുടുംബത്തിൽ നാറും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ തീയ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിനാൽ കരിച്ചു കളയുന്ന ഒരനുഭവത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നാം ദൈവസ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരനുഭവമുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ ജ്വലനത്തെ കാണിക്കുന്നു. നമ്മിൽ നിന്ന് ദൈവസ്നേഹം ജ്വലിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം തീ പോലെ ഒരുവൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം
നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവസ്നേഹം തീ പോലെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കണം. നാം ഇത് കേട്ടുപോകാതെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. നമ്മുടെ ഉള്ളിൽ കിട്ടിയതായ തീ അത് കെടുത്തിക്കളയുന്നതായി നാം മാറരുത്. കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ, ജ്വലിപ്പിക്കുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ജ്വലനം നമ്മിൽ നടക്കുവാൻ ഓരോ കൂടിവരവുകളും സഹായമായി തീരണം. ഈ തീയ ഇത് അഗ്നിജ്വാല പോലെ കത്തുന്നതിനാൽ ഇതിങ്ങനെ കത്തുകയാണ്, പാളിപ്പാളി കത്തുകയാണ്. കത്തേണ്ട അടുത്തേക്കെല്ലാം പാളിച്ചെന്ന് അങ്ങ് കത്തും. ഒരു പാളിച്ചെന്ന ഈ തീ കത്തും. ഈ തീയ് പാളിപ്പാളി കത്തുന്ന തീയാകയാൽ നമ്മിലുള്ള ബാക്കി സ്നേഹത്തെ എല്ലാം കത്തിച്ച് ചാരമാക്കി തീർക്കും. ഇത് പാളിപ്പാളി കത്തുന്ന തീയാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും പാളിക്കത്തുന്ന തീയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ജ്വലിക്കാൻ തുടങ്ങും. മറ്റ് സ്നേഹങ്ങളെല്ലാം ചാരമാക്കി കളയും. ലോകസ്നേഹം, ജഡസ്നേഹം, മനുഷ്യസ്നേഹം ഇതെല്ലാം കത്തിച്ച് കളയും. പാടില്ല. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡസ്നേഹം, ജഡപ്രകാരം ചിലരോടൊരു സ്നേഹം, മനുഷ്യസ്നേഹം, ചില മനുഷ്യരോടൊരു പ്രത്യേക സ്നേഹം, ഇതെല്ലാം കത്തിച്ച് ചാരമാക്കി നമ്മിൽ ദൈവസ്നേഹത്തെ ജ്വലിപ്പിക്കുന്ന ഒരു തീയാണ്, ജ്വലനം തരുന്ന പാളിക്കത്തുന്ന തീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ അനുഭവം പാളിക്കത്തുന്ന തീയാണ്. ഒന്ന് വടക്ക് നിന്നും ഒരു കാറ്റ്, രണ്ട് വലിയ ഒരു മേഘം, മൂന്ന് പാളിക്കത്തുന്ന തീ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. നാലാമത്തെ കാര്യം ചുറ്റിലും ഒരു പ്രകാശം. ഇങ്ങനെ വായിക്കുന്നത്, ചുറ്റിലും ഒരു പ്രകാശം. ഈ സഭയുടെ ചുറ്റിലും ഒരു പ്രകാശമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. ചുറ്റിലും നാം ഒരു ലൈറ്റ് തെളിക്കുമ്പോൾ അതിൻ്റെ ചുറ്റിലും ഒരു വലിയ വെളിച്ചം പരക്കുന്നത് പോലെ, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ ആ മെഴുകുതിരി കത്തുന്ന വെളിച്ചം ചുറ്റിലേക്കും അങ്ങ് പരക്കുന്നത് പോലെ സഭയ്ക്ക് ചുറ്റിലും, ഒരു വിശ്വാസിയുടെ ചുറ്റിലും ഒരു പ്രകാശമുണ്ട്. എന്താണ് ഈ പ്രകാശം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവിൻ്റെ മലപ്രസംഗത്തിൽ ഈ പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം, ചുറ്റിലും ഒരു പ്രകാശം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. ചുറ്റിലും ഒരു പ്രകാശം പരക്കണം. അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിലൂടെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലെത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും. എങ്ങനെയാണ് ഈ വെളിച്ചം ചുറ്റിലും പ്രകാശിക്കുന്നത്? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ഈ നിങ്ങളുടെ വെളിച്ചമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരികമായ വിശുദ്ധിയാണ് കാണിക്കുന്നത്. നല്ല പ്രവൃത്തികൾ, സൽക്രിയകൾ, ആന്തരികമായ വിശുദ്ധിയാണ് കാണിക്കുന്നത്. രഹസ്യ ജീവിതത്തിലെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. ആന്തരികമായ രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. ദൈവസ്നേഹത്തിൻ്റെ ജ്വലനം എവിടെയുണ്ടോ അവിടെയെല്ലാം രഹസ്യ ജീവിതം വിശുദ്ധമായിരിക്കും. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ചാരമാക്കി രഹസ്യ ജീവിതം വിശുദ്ധമാകുന്ന ഒരനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഈ പാളിക്കത്തുന്ന തീയ് ഇന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെല്ലാം ഉണ്ട്? എൻ്റെ ജീവിതത്തിൻ്റെ പല രംഗങ്ങളിലും ആ തീ ഒന്ന് പാളി വന്ന് കത്തിയെങ്കിൽ എവിടെ എന്തെല്ലാം കത്തുപിടിക്കാനുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ കത്തിച്ചാരമാകാനുണ്ടോ, എല്ലാം കത്തിച്ചാരമാക്കുന്ന പാളിക്കത്തുന്ന തീയ്. അതുകൊണ്ട് അത് പാടുമല്ലോ, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുവാൻ ഈ തീ എൻ്റെ മേൽ കത്തിക്കുക. നമുക്ക് ചേർത്ത് പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക. വെറുതെ പാടുകയല്ല, ഉള്ളത്തിലേക്ക് നോക്കി ആശയോടെ കൊതിയോടെ, കർത്താവേ, പാളിക്കത്തുന്ന തീയുടെ ഒരു അനുഭവം ഉണ്ട് എങ്കിൽ എനിക്ക് എൻ്റെ ചുറ്റിലും പ്രകാശം പരത്തി കൊണ്ട് നിൽക്കാൻ തക്കവണ്ണം എൻ്റെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന, എൻ്റെ ഉള്ളത്തെ വിശുദ്ധീകരിക്കുന്ന പാളിക്കത്തുന്ന തീയെ പാളി വന്ന് മുഴുവനൊന്ന് കത്തിച്ച്, കർത്താവേ, എനിക്കൊരു ദൈവവേദനായിട്ട് നിൽക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്കാർക്കെല്ലാം ഈ തീരുമാനമുണ്ട്? ആരുടെയെല്ലാം ജീവിതത്തിൽ ഇങ്ങനൊരു ആശയുണ്ട്. എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ പോരാ. ഇന്ന് ഈ വചനം കേൾക്കാൻ കടന്നു വന്നു. പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ബൈബിൾ പഠിച്ചിട്ട് എന്താണ് കാര്യം? വേണം, നല്ലതാണ്. പക്ഷേ ആത്മാവിന് വല്ല ഗുണം കിട്ടുമോ? ദൈവത്തിൻ്റെ ആത്മാവിന് ഗുണം കിട്ടണമെങ്കിൽ ഈ വചനത്തിലൂടെ പാളിക്കത്തുന്ന ഒരു തീ നമ്മിലേക്ക് ഇറങ്ങണം. ഞാൻ നിസ്സാരനായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. ഈ തീ ആവശ്യമുണ്ടല്ലോ. കർത്താവേ, ഈ തീ എന്നിലേക്കും എൻ്റെ ജീവിതത്തിൽ ചില സമയത്തെല്ലാം പൊന്തി വരുന്ന ചില ആശകളും ചില ചിന്താഗതികളും എല്ലാം ആ സമയത്ത് തന്നെ അങ്ങ് പാളി വന്നങ്ങ് കത്തിത്തീരാൻ, അത് പുറത്തു വരാതെ വണ്ണം കത്തിച്ചാമ്പലാകുവാൻ, കർത്താവ്, ചില സാഹചര്യങ്ങളിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ, എൻ്റെ ദൈവമേ, ചില രംഗങ്ങളിൽ ഞാൻ ആകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ജഡം പൊന്തി വന്ന് എന്നെ കൊണ്ട് തെറ്റ് ചെയ്യാതെ വണ്ണം ഈ തീ അങ്ങ് പാളി വന്നതങ്ങ് കത്തിച്ചില്ലാണ്ടാക്കണം. എൻ്റെ ദൈവമേ, അതുപോലൊരു ആത്മീക ജീവിതം എനിക്ക് തരണമേ. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. തെറ്റ് ചെയ്തിട്ട് അനുഭവിക്കുന്നതിനേക്കാൾ അതങ്ങ് പൊന്തി വരുമ്പോൾ തന്നെ ഈ തീ അങ്ങ് പാളി വന്ന് കത്തി അതെല്ലാം ചാമ്പലാക്കുന്ന അനുഭവം എനിക്ക് വേണമല്ലോ. ഇന്ന് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് യേശുവിൻ്റെ വകയായി മാറിക്കൊണ്ട് ഇനി ഒന്നും വേണ്ട, ഇനിയുള്ള കാലം കർത്താവേ, എനിക്കിതുപോലെ ഒന്ന് നിൽക്കണം. എൻ്റെ മേൽ ഈ തീയൊന്ന് പാളിക്കത്താൻ ഞാനിതാ ഇനത്തിനെ ഏൽപ്പിക്കുന്നു. എന്നിൽ നിന്ന് പ്രകാശം ജ്വലിക്കുവാൻ, കർത്താവ്, പ്രകാശം പരക്കാൻ തക്കവണ്ണം എന്നെ നിർത്തണമേ. നാം ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ദാഹത്തോടെ ആഗ്രഹത്തോടെ നമുക്ക് പാടാം. തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക. എന്നെയും എനിക്കുള്ള
എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി സമർപ്പിച്ചാൽ ഈ തീ കത്തും. നമ്മുടെ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. നമ്മുടെ കൂട്ടായ്മയിൽ ഈ തീയുടെ കത്ത് പിടിക്കാത്തൊരു വിശ്വാസി ഉണ്ടെങ്കിൽ ദുർഗന്ധമാകും. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം ആത്മീയ രംഗങ്ങളിൽ നിന്ന് ഈ തീയുടെ കത്തൽ മാറിപ്പോയിട്ടുണ്ടോ അവിടമെല്ലാം ചീഞ്ഞെന്ന് ആറിയിട്ടുണ്ട്. ഒരാൾ പോലും ആത്മീയത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം ദുർഗന്ധങ്ങൾ വരക്കാനിട വരും. വളരെ ഗൗരവമുള്ളതായ വിഷയമാണ്. കർത്താവേ, എന്നിൽ എൻ്റെ സ്വഭാവത്തിൽ കത്തിപ്പോകാത്തതൊന്നുമില്ലാതെ വണ്ണം എല്ലാ രംഗങ്ങളിലേക്കും പാളിപ്പാളി ഈ തീ കത്തി എന്നെ ശുദ്ധീകരിക്കണം. സഭ ഈ ഒരു അനുഭവത്തിന് നടുവിലാണ് ജീവിക്കേണ്ടത്. 5 അനുഭവങ്ങളുടെ നടുവിൽ 5ാമത്തെ അനുഭവം സ്വർണ്ണ നിറമാണ്. സ്വർണ്ണ നിറം. ദൈവത്തിന് സ്തോത്രം. സ്വർണ്ണ നിറമാണ് 5ാമത്തെ അനുഭവം. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന ഒരു കൊടുങ്കാറ്റും വലിയ ഒരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിൻ്റെ ചുറ്റും ഒരു പ്രകാശവും അതിൻ്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. സ്വർണ്ണ നിറം. സ്വർണ്ണ നിറം എന്ന് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. പൊന്ന് എന്ന് പറയുന്നത്, സ്വർണം എന്ന് പറയുന്നത്, സ്വർണ്ണ നിറം അതിവിശുദ്ധ വിശ്വാസമാണ്. നമ്മിലത് നഷ്ടപ്പെടാൻ ഇടവരരുത്. നമ്മുടെ കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ള, അപ്പോസ്തലന്മാരാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള, കഴിഞ്ഞകാല പിതാക്കന്മാർ തലമുറകൾ കൈമാറി നമുക്ക് പകർന്നു തന്നിട്ടുള്ള അതിവിശുദ്ധ വിശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവചനത്തിൽ കാണുന്ന അതിവിശുദ്ധ വിശ്വാസം അത് നഷ്ടപ്പെട്ടു പോകാനിട വരരുത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ആത്മീയ കൂടിയൊരുവായി നാം കൂടിപ്പോ പോയാൽ പോരാ. ആളുകളെ കൂട്ടി മുന്നോട്ട് പോയാൽ പോരാ. ശുക്ല സ്വർണ്ണ നിറമുള്ള അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഭവം. അതിവിശുദ്ധ വിശ്വാസം നമ്മിലുണ്ടാകണം. സ്വർണ്ണ നിറം. നമ്മുടെ നിറം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ടിടവരരുത്. ആകയാൽ ഈ തീ കത്തണം. വടക്ക് നിന്ന് വീശുന്നതായ ഈ കാറ്റ് നമ്മുടെ മേൽ വീശണം. മേഘത്തിൻ്റെ കീഴിൽ, ദൈവികമായ സുരക്ഷയുടെ കീഴിൽ, സംരക്ഷണത്തിന് കീഴിൽ നാം മുന്നോട്ട് പോകണം. പാളിക്കത്തുന്ന തീയ് ഒരിക്കൽ കത്തിയാലും, ഈ പരിശുദ്ധാത്മ നിറവേപ്പെട്ടാലും, ആത്മാവ് പ്രാപിച്ചാലും, പിന്നെയും പലതും ജീവിതത്തിൽ പൊന്തി വരുമ്പോൾ ആ രംഗങ്ങളിലേക്കെല്ലാം പാളിപ്പാളി വന്ന് കത്തിച്ച് ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് നാം മുന്നോട്ട് പോകണം. നമ്മുടെ ചുറ്റിലും വലിയൊരു പ്രകാശം പരക്കണം. അതിവിശുദ്ധ വിശ്വാസത്തിന് ഉടമകളായി നാം നിൽക്കണം. അതിന് നടുവിലാണ് 4 ജീവികളുടെ സാദൃശ്യം. ദൈവകൃതരുന്നുവെങ്കിൽ നമുക്ക് തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ചിന്തിക്കാം. ഞാൻ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഓരോരുത്തരും കൊതിക്കണം, കർത്താവേ, എന്നിൽ നിന്ന് എനിക്ക് ചുറ്റും ഒരു പ്രകാശം പരക്കണം. വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുൻപ് ദൈവാലയത്തിൽ നേരത്തെ പോകുന്നവർക്ക് അറിയാം, പ്രഭാത പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പട്ടക്കാരനും ശുശ്രൂഷക്കാരനും എല്ലാം പ്രഭാത പ്രാർത്ഥനയിൽ വിശ്വാസികളോടൊപ്പം നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പട്ടക്കാരും ശുശ്രൂഷക്കാരുമെല്ലാം മദ്ബഹയിലേക്ക് കയറിപ്പോകുന്നു. മദ്ബഹ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം തിരശീല നീക്കിയിട്ടിരിക്കുകയാണ്, മറശീല നീക്കിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് മദ്ബഹായ്ക്കുള്ളിൽ പട്ടക്കാരൻ വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. വസ്ത്രങ്ങൾ ഓരോന്നും പ്രാർത്ഥിച്ച് തൻ്റെ ആ വസ്ത്രങ്ങൾ ഓരോന്നും ധരിക്കുമ്പോൾ ശുശ്രൂഷക്കാരൻ
ത്രോണോസിലെ മെഴുകുതിരികൾ ഓരോന്നോരോന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ത്രോണോസിലെ മെഴുകുതിരികൾ ഓരോന്നോരോന്ന് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികൾ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് പാടുന്നതായ മനോഹരമായ ഗീതമുണ്ട്. വെളിവ് നിറഞ്ഞോരീശോ എന്നുള്ളതായ പാട്ട്. ഈ മെഴുകുതിരികൾ ഓരോന്നോരോന്ന് കത്തിച്ച് ആ ബലിപീഠത്തെ ത്രോണോസിനെ പ്രകാശപൂരിതമാക്കുമ്പോൾ, മദ്ബഹായെ പ്രകാശപൂരിതമാക്കുമ്പോൾ നാം ദൈവാലയത്തിനോട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനാ ഗീതമുണ്ട്. കാന്തിയ ഞങ്ങളെ നീ താതൻ കതിരെ സൂഹിപ്പിക്കുന്നു. ഞങ്ങൾ ആരാധിക്കാൻ വന്നവരാണ്, ഞങ്ങളിലേക്ക് തീ ഇറങ്ങി ഞങ്ങളെ കത്തിക്കണമേ എന്ന് നാം പാടുന്നതായ മനോഹരമായ ഗീതം. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. നമുക്കൊന്ന് പാടാം. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാരഖില ധാരമതാം വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കെന്നും. വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ. വേണ്ട കഷ്ടത വീഴ്ചിന്തയുമടിയാ നീനൊഴിക്ക സൽക്രിയകൾക്കു മന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. എന്തുമാത്രം അർത്ഥമുള്ളതായ ഗീതമാണ്. പക്ഷെ നമ്മളിങ്ങനെ അങ്ങ് ചൊല്ലും. എന്താണ് ചൊല്ലുന്നതെന്നോ ഒന്നും നാം ആരും പലരും ഗ്രഹിക്കാറില്ല, ഗ്രഹിപ്പിച്ചു കൊടുക്കാറുമില്ല, ഗ്രഹിപ്പിച്ചു കൊടുക്കുവാൻ സമ്മതിക്കാറുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ആത്മാവിൻ്റെ ശരിയായ അനുഭവമുള്ള പിതാക്കന്മാർ നമ്മുടെ സഭയിലുണ്ടായിരുന്നു. ശരിയായ വിളിവ് കിട്ടിയ പിതാക്കന്മാർ നമ്മുടെ സഭയിലുണ്ടായിരുന്നു. കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കാൻ കടന്നു വന്നതാണ്. പുരോഹിതൻ ആ ആരാധനയ്ക്കായി ഒരുങ്ങുകയാണ്. ഓരോ വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷക്കാരൻ ത്രോണോസിലെ മെഴുകുതിരികൾ ഓരോന്നോരോന്ന് കത്തിക്കുകയാണ്. ഓരോ തിരികൾ കത്തിപ്പിടിച്ച് പ്രകാശം കൂടിക്കൂടി വരുന്നു. മുഴുവൻ പ്രകാശപൂരിതമാകുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ നാം ദൈവാലയത്തിൽ നിന്ന് പാടുന്നു, കർത്താവേ, ആ തീനാളങ്ങൾ എന്നിൽ വന്ന് എന്നെ ഒന്ന് കത്തിക്കണമേ. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. എൻ്റെ ദൈവമേ, വെളിച്ചത്തിന് വെളിച്ചമായ ദൈവമേ, വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ. വെളിച്ചത്തിൻ്റെ വെളിച്ചമായി പ്രകാശത്തിൻ്റെ പ്രകാശമായി വസിക്കുന്ന നല്ല പ്രകാശമായ ദൈവമേ, സാക്ഷാൽ വെളിച്ചമായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, നിന്റെ ആ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഒന്ന് പാളിപ്പാളി വന്ന് എന്നെ ഒന്ന് കത്തുപിടിപ്പിക്കണമേ. സൽക്രിയകൾക്ക് മനഃശുദ്ധിയ സംഗതി വരണേ ഞങ്ങൾക്ക്. എനിക്കൊരു നല്ലവനായി ജീവിക്കുവാൻ, ഞാൻ ചെയ്യുന്ന ക്രിയകളെല്ലാം സൽക്രിയകളായി തീരണമെങ്കിൽ കർത്താവെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്തെല്ലാം നന്മ പ്രവൃത്തികൾ ചെയ്താലും അതെല്ലാം നിന്റെ മുമ്പിൽ കറപുരട്ട തുണി പോലെ മാത്രമാണല്ലോ. അത് സൽക്രിയകളായി മാറണമെങ്കിൽ ഈ തീ എന്നിലേക്ക് ഇറങ്ങി എൻ്റെ അകം വിശുദ്ധമായി തീരണം. ഞാനൊരു വിശുദ്ധനായി മാറിയതിനു ശേഷം ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ദൈവസന്നിധിയിൽ സൽക്രിയകളായി കാണുകയുള്ളൂവല്ലോ. ആകയാൽ സൽക്രിയകൾക്ക് മനഃശുദ്ധിയ സംഗതി വരുവാൻ തക്കവണ്ണം ആ തീ എന്നിലേക്ക് കത്തിക്കണമേ. നമ്മാരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, നമ്മാരെല്ലാം കൊതിക്കുന്നുണ്ട്. ശാന്തമായ ജീവിതത്തിലേക്ക് നോക്കണം. എൻ്റെ കർത്താവേ, എനിക്ക് ഈ തീ വേണമല്ലോ, ഈ തീ എന്നിലിറങ്ങി കത്തണമല്ലോ, ഈ വടക്ക് നിന്ന് വീശുന്നതായ കാറ്റ് എൻ്റെ മേൽ വീശണമല്ലോ. ഞാൻ മേഘത്തിൻ്റെ കീഴിൽ യാത്ര ചെയ്യുന്ന
ഒരനുഭവം എനിക്ക് ഉണ്ടാകണമല്ലോ. മേഘത്തിൻ്റെ കീഴിൽ, വലിയ ഒരു മേഘം, ദൈവത്തിൻ്റെ സംരക്ഷണയുടെ കീഴിൽ എനിക്ക് മുന്നോട്ട് പോകണമല്ലോ. സ്വർഗത്തിൻ്റെ സുരക്ഷയുടെ കീഴിൽ എനിക്ക് മുന്നോട്ട് പോകണമല്ലോ. നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവേ, നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കുമല്ലോ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കർത്താവേ, ഈ വെളിച്ചം എൻ്റെ ഉള്ളത്തിൽ വന്ന് വേണ്ട കഷ്ടത, വീൺ ചിന്തകൾ എന്നിൽ നിന്ന് മാറ്റി തരണമേ എന്ന്. ആവശ്യമില്ലാത്ത കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ ഇതെൻ്റെ ഗുണത്തിന് വേണ്ടിയുള്ളത് വേണ്ട എന്നല്ല. എൻ്റെ കഷ്ടതകൾ എനിക്ക് ഗുണമായി തീരുന്നത് വേണ്ട എന്നല്ല. കഷ്ടതകളൊന്നും വേണ്ട എന്നല്ല, വേണ്ടാത്ത കഷ്ടതകൾ, കർത്താവേ, ആവശ്യമില്ലാത്തതായ കഷ്ടപ്പാടുകൾ എന്നിൽ നിന്ന് മാറ്റി തരണമേ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കഷ്ടത വേണ്ട എന്നല്ല, വേണ്ട കഷ്ടത, ആവശ്യമില്ലാത്ത ദുരിതങ്ങൾ, എനിക്കൊരു ഗുണവും കിട്ടാത്ത ദുരിതങ്ങൾ എന്നിൽ നിന്ന് മാറ്റി തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. വീൺ ചിന്തകൾ, എന്നിലൂടെ അഴുക്ക് വിചാരങ്ങൾ, അഴുക്ക് ചിന്തകൾ, അഴുക്ക് മോഹങ്ങൾ, കർത്താവേ, എൻ്റെ സ്വയത്തിൽ, എൻ്റെ ആളത്വത്തിൽ കിടക്കുന്ന അഴുക്ക് പ്രകൃതങ്ങൾ, അതെല്ലാം കത്തിപ്പോകുന്ന ഒരു അനുഭവം എനിക്ക് തരണമേ. വേണ്ട കഷ്ടത, വീൺ ചിന്തകൾ എന്നിൽ നിന്ന് മാറുവാൻ നീതി സൂര്യൻ തന്നെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടെ എൻ്റെ മേൽ ഉദിക്കണമേ എന്ന്. എന്താണ് നാം പ്രാർത്ഥിക്കുന്നത്? എന്താണ് നാം തിരുവനന്തപുരത്തിൽ കാണുന്നത്? നീതി സൂര്യൻ ഉദിക്കുമെന്ന് ഇരുട്ട് മാറ്റുന്നതാണ് ഈ ഉദയ സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറുന്നത് പോലെ എൻ്റെ അകത്ത് രോഗോപശാന്തിയോടെ ഉദിക്കണം. ഇരുട്ട്, രോഗം ഒരു ഇരുട്ടാണ്, രോഗത്തിൻ്റെ ക്ലേശങ്ങൾ ഒരു ഇരുട്ടാണ്. അതാണ് പ്രവാചകൻ പറയുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ അകത്ത് ഇരുട്ടുണ്ട്. എൻ്റെ ദൈവമേ, രോഗത്തിൻ്റെ ഇരുട്ട് എൻ്റെ അകത്തുണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവരുടെ യാത്രാവേളയിൽ അവരുടെ പാളയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുമ്പോൾ, ഏതാണ്ട് 30 ലക്ഷത്തോടടുക്ക് വരുന്ന ഒരു കൂട്ടം യാത്ര ചെയ്യുമ്പോൾ, അവരുടെ ഇടയിൽ, അവരുടെ പാളയത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ് നീതി സൂര്യൻ അവരുടെ ഇടയിൽ രോഗോപശാന്തിയോടെ ഉദിച്ചു നിന്നു. കർത്താവേ, എൻ്റെ ശരീരത്തിലെ രോഗത്തിൻ്റെ ഇരുട്ടിൽ ഇന്ന് നീതി സൂര്യൻ ഉദിക്കുന്ന ഒരു ദിവസമായി മാറണമേ. നിങ്ങൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്നതായൊരു അനുഭവമുണ്ട്. പാപത്തിൻ്റെ അന്ധകാരം മാറുന്നതായൊരു അനുഭവമുണ്ട്. നമുക്ക് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാം. ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ച, അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ഉടമയായി, ശരിയായ ഒരു വിശ്വാസിയായി നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെയായിരുന്നു അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയുണ്ടായത്. തലകളെ വണക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിയവനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെന്നും ആത്മനിറവുള്ളവരായി നിർത്തണമേ. അവിടുത്തെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടുന്ന മണവാട്ടി സഭയിൽ ഞങ്ങളെല്ലാവരും ആകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പുതിയ തീരുമാനങ്ങളോടും അനുഭവങ്ങളോടും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.